ഹായ് ഫ്രണ്ട്സ്, ഒരു കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ലോക ചാപ്റ്റർ 1 ഡൊമിനിക് അരുൺ ഡയറക്റ്റ് ചെയ്ത് ടോവിനോ തോമസ്, ദുൽഖർ സൽമാൻ, നസ്ലിൻ കല്യാണി പ്രദർശൻ എന്നിവർ ഒരുമിച്ച് അഭിനയിച്ച സിനിമയാണ്. ദുൽഖർ സൽമാനാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സിനിമ തിയേറ്ററിൽ വലിയ വിജയമായി മാറിയിരിക്കുകയാണ്. വലിയ വിജയത്തിനോടൊപ്പം തന്നെ ഈ സിനിമ വലിയ കളക്ഷൻ വേട്ടയാണ് നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ സിനിമ 300 കോടി കളക്ഷനാണ് നേടിയിരിക്കുന്നത്. ആദ്യമായിട്ടാണ് ഒരു ലാൻഡ്മാർക്ക് സൃഷ്ടിക്കുന്നത് മലയാള സിനിമയ്ക്ക്. 300 കോടി എന്ന ഒരു പൊന്തോകൽ ലോക സിനിമ സ്വന്തമാക്കിയിരിക്കുകയാണ്. ഈ സിനിമയുടെ മറ്റ് നേട്ടങ്ങൾ എന്തൊക്കെയെന്ന് വെച്ചാൽ, ഈ സിനിമ ഓൾറെഡി ഇൻഡസ്ട്രി ഹിറ്റായി 2025 ഇൻഡസ്ട്രി ഹിറ്റുകളിൽ ഒരെണ്ണമായി മാറിയിരിക്കുകയാണ്. നമ്മുടെ ലാലേട്ടൻ്റെ തന്നെ തുടരവും എമ്പുരാനുമാണ് ഇൻഡസ്ട്രി ഹിറ്റുകളായി മാറിയ സിനിമ. അതിനോടൊപ്പം തന്നെ ലോക സിനിമയും കേരളത്തിൽ മാത്രം 100-ൽ കൂടുതൽ കളക്ഷൻ നേടിയിട്ടുണ്ട്. അതായത് തുടരും സിനിമയുടെ കളക്ഷൻ ഭേദിച്ചിരിക്കുന്നു. തുടരും സിനിമയാണ് ആദ്യമായിട്ട് ഒരു 100 കോടി എന്നൊരു നേട്ടം നേടിയിട്ടുള്ളത്. ആ കളക്ഷനെ ഭേദിച്ച് ഇപ്പോൾ ലോകം മുന്നേറുകയാണ്. ലോകം ഇപ്പോൾ 6th വീക്കായി ഇപ്പോഴും തിയേറ്ററിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റുമുട്ടിയത് സാക്ഷാൽ ലാലേട്ടൻ നന്നായിട്ട് പീക്കിൽ നിൽക്കുന്ന ടൈമിൽ തന്നെയാണ് ലാലേട്ടൻ്റെ ഹൃദയപൂർവ്വം എന്ന സിനിമയ്ക്കൊപ്പം അതും പോസിറ്റീവ് റിവ്യൂ കിട്ടിയ സിനിമയാണ് ഹൃദയപൂർവ്വത്തിനൊപ്പമാണ് ലോക സിനിമ ഇറങ്ങിയത്. അപ്പോൾ എല്ലാവരും വിചാരിച്ചു ലാലേട്ടൻ്റെ സിനിമയ്ക്കൊപ്പം ഇറങ്ങി കഴിഞ്ഞിട്ട് ഈ പടം ശ്രദ്ധിക്കാതെ പോകുമെന്ന്. പക്ഷേ നേരെ മറിച്ചാണ് സംഭവിച്ചത്. ഈ സിനിമ 300 കോടി നേടി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ടിട്ടുള്ള സിനിമ എന്നൊരു നേട്ടം കിട്ടി. ബുക്ക് മൈ ഷോയിൽ ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിറ്റുപോയ സിനിമ എന്ന നേട്ടം, ഓവർസീസിലും വേൾഡ് വൈഡ് കളക്ഷനിലും ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് കളക്ഷൻ നേടിയ സിനിമ, ഒരുപാട് നേട്ടങ്ങൾ സിനിമ സ്വന്തമാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ ലോകയാണ് എല്ലാത്തിലും നമ്പർ 1 നിൽക്കുന്നത്. എന്തായാലും ലോക ചാപ്റ്റർ 1 ശേഷം ലോക ചാപ്റ്റർ 2 ഏറെ കാത്തിരിക്കാൻ എല്ലാവരും. ചെറിയ ബഡ്ജറ്റിൽ വിഷ്വൽ എഫക്റ്റ്, ഒരു 30 കോടി ബഡ്ജറ്റ് ഇറക്കി വിഷ്വൽ എഫക്റ്റ് ആണ് ഈ സിനിമയ്ക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളത്. ടെക്നിക്കൽ ക്വാളിറ്റികളും ഈ സിനിമയ്ക്ക് ഹൈലൈറ്റഡ് ആണ്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് ജെക്സ് വിജയ് നന്നായി ചെയ്തിട്ടുണ്ട്. കല്യാണി പ്രദേശിനി എന്നൊരു നായികയെ വെച്ചുകൊണ്ട് മാത്രം ഇത്രയും വലിയൊരു കളക്ഷൻ നേടാൻ പറ്റിയതിൽ അഭിമാനിക്കുന്നു. കേരള സിനിമ, മലയാള സിനിമ OTT റിലീസ് ഇനിയും പ്രഖ്യാപിച്ചിട്ടില്ല. വരും ദിവസങ്ങളിൽ വരും. കാന്താര എന്ന സിനിമ ഇപ്പോൾ റിലീസായിട്ടുണ്ട്. ഈ സിനിമ പോസിറ്റീവ് റിവ്യൂ കിട്ടിയിട്ടുണ്ട്. ഈ സിനിമയ്ക്കൊപ്പം ലോക സിനിമ ഇപ്പോഴും പ്രദർശനം തുടരുന്നുണ്ട്. എന്തായാലും ഈ വർഷം മലയാള സിനിമയ്ക്ക് നല്ലൊരു വർഷമായി മാറിയിരിക്കുകയാണ്. 1000 കോടിയോളം കളക്ഷൻ മൊത്തത്തിൽ കിട്ടിയിരിക്കുകയാണ്. 3 ലാലേട്ടൻ്റെ സിനിമയും ലോകയും ഉൾപ്പെടെ ആണ് 1000 കോടി നേടിയിരിക്കുന്നത്. ലാലേട്ടൻ്റെ തന്നെ 2 സിനിമകൾ 200 കോടിക്ക് മേലെയും ഒരു സിനിമ 100 കോടിയും. അപ്പോൾ സന്തോഷിക്കാവുന്ന ഒരു നിമിഷം തന്നെയാണ് മലയാള സിനിമയ്ക്ക്. ഇതുപോലെയുള്ള നേട്ടങ്ങൾ ഇനി അടുത്ത വർഷങ്ങളിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്തായാലും മലയാള സിനിമ ഇനിയും മുന്നോട്ട് നല്ല ഉയരത്തിൽ എത്തട്ടെ. ഇതുകൂടാതെ തന്നെ ലാലേട്ടൻ്റെ ഒരു തിരിച്ചുവരവും നടന്നിട്ടുണ്ട് ഈ വർഷം. എല്ലാ സിനിമകളും വലിയ ഹിറ്റായി മാറിയിരിക്കുകയാണ്. ബോക്സ് ഓഫീസിന്റെ രാജാവ് എന്ന് തെളിയിച്ചിരിക്കുകയാണ്. പിന്നെ കൂടാതെ ലാലേട്ടന് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ്, ഏറ്റവും പരമോന്നത ബഹുമതിയാണ് ലഭിച്ചിരിക്കുന്നത് മലയാള സിനിമയിൽ. അതും വലിയൊരു നേട്ടമാണ് മലയാള സിനിമയ്ക്ക്. ലാലേട്ടന് അഭിനന്ദനങ്ങൾ. ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ട് ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. ബൈ.